ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്തുകൊണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് കൊച്ചുണ്ണിൻ്റെ സ്കൂളിൽ നിന്ന് നമ്മൾ വേറൊരു സ്കൂളിലോട്ട് ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 8:30 ആയപ്പോഴത്തേക്കും കുഞ്ഞുണ്ണീനെ ഒരുക്കി സ്കൂളിലെല്ലാം വിട്ട് കൊച്ചുണ്ണീൻ്റെ സ്കൂളിൽ വന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ എല്ലാ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെറിയൊരു പ്രെയറിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവുക കേട്ടോ. കുറച്ച് ദൂരത്താണ് പ്രോഗ്രാം. ഇതാണ് ഗ്ലാഡീസ് മാം, അപ്പുറം നിൽക്കുന്നതാണ് എസ്തർ മാം. ഇത് കൊച്ചുണ്ണീൻ്റെ ടീച്ചേഴ്സാണ് രണ്ടുപേരും. അവർ ഭയങ്കര എനർജറ്റിക്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ടീച്ചേഴ്സാണ് കേട്ടോ. പിള്ളേർക്ക് എല്ലാവിധ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതേണ്ട കൊച്ചുണ്ണി ബസ്സിൽ കയറാനുള്ള ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരെയാണ് സ്കൂള്, സെൻറ്റ് ജോൺസ് സ്കൂൾ എന്നൊരു സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു വേറൊരു സ്കൂളിൽ നിന്ന് പിള്ളേർ വരുന്നുണ്ട് കേട്ടോ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ വെച്ച് അങ്ങനെ സ്കൂളിലോട്ട് കൊണ്ട് ചെന്ന് കയറ്റിയിട്ട് അപ്പോൾ അവരെ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർക്ക് വേണ്ട കോസ്റ്റ്യൂം എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ അതേ പ്രോഗ്രാം നമ്മളിവിടെ അവതരിപ്പിച്ച അതേ പ്രോഗ്രാമായിട്ട് അവിടെ പോയിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ കൊച്ചുണ്ണി ഇതാ സെയിം അതേപോലത്തെ വേഷത്തിൽ ഷെപ്പേഡിന് വേഷത്തിലിരിക്കുന്നു. അങ്ങനെ 3 ഷെപ്പേഡും പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനും ഇത് ജോസഫ്, അപ്പുറത്തിരിക്കണ മേരി, കൊച്ചവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. പിന്നെ രാജാക്കന്മാരും ദിവാന്മാരും അവരൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രോഗ്രാം നല്ല അടിപൊളിയായിട്ട് നടന്നു. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷമുള്ള ആസ് യൂഷ്വൽ എപ്പോഴും നമ്മൾ ഫോട്ടോ എടുപ്പാണല്ലോ. അങ്ങനെ അവിടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മുമ്പ് വെച്ച് എല്ലാവരും ഫോട്ടോ എടുത്ത് പോയ രക്ഷിതാക്കളും പിള്ളേരും എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ നമുക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പിള്ളേർക്ക് ചെറിയ സ്നാക്സ് കൊടുത്തതിന് ശേഷം അവർക്ക് ബിരിയാണി വന്നവർക്ക് എല്ലാവർക്കും ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ച് പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഇതാണ്ട് കൊച്ചുണ്ണി കിടന്നുറങ്ങി. കൊച്ചുണ്ണി മാത്രം എല്ലാ പിള്ളേരും കിടന്നുറങ്ങി കേട്ടോ. എല്ലായിടത്തും കുറേ പേരുണ്ട്. വന്ന പാട് കൊച്ചുണ്ണി ഗിഫ്റ്റ് പൊട്ടിച്ച്